കൊല്ലത്ത് ഫുട്ബോൾ ആരാധകർ കെട്ടിയ ബ്രസീലിന്റെ കൊടി അഴിപ്പിച്ചത് രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രവർത്തകരാണെന്ന വ്യാജ പ്രചാരണം പൊളിയുകയാണ്. തൃക്കടവൂർ ക്ഷേത്രത്തിന് സമീപം കെട്ടിയിരുന്ന കൊടി അഴിപ്പിച്ചത് പോലീസാണ്. ബ്രസീലിന്റെ കൊടി പാകിസ്ഥാൻ പതാകയാണെന്ന് ആരോപിച്ച് RSSകാർ അഴിപ്പിച്ചു എന്നായിരുന്നു കുപ്രചരണം. എന്നാൽ സത്യം അതല്ലെന്ന് കൊടി കെട്ടിയവരും നാട്ടുകാരും ജനം TV-യിലൂടെ തുറന്നു പറഞ്ഞു. നാടെങ്ങും ഫുട്ബോൾ ആവേശമാണ്. കടവൂരിലും അതിന്റെ ഭാഗമായി ഫുട്ബോൾ ആരാധകർ ചേർന്ന് ഓരോ ടീമിന്റെയും കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും ഉയർത്തി. എന്നാൽ ദേവസ്വം ഭൂമിയിൽ കെട്ടിയിരുന്ന കൊടിതോരണങ്ങൾ പോലീസ് നിർദ്ദേശമനുസരിച്ച് യുവാക്കൾ അഴിച്ചുമാറ്റി. പിന്നാലെ വന്ന വാർത്തകൾ ബ്രസീൽ കൊടി പച്ചയായതുകൊണ്ട് പാകിസ്ഥാൻ പതാക എന്നാരോപിച്ച് RSS പ്രവർത്തകരും ക്ഷേത്ര ഉപദേശക സമിതിയും ഭീഷണിപ്പെടുത്തി അഴിപ്പിച്ചു മാറ്റി എന്നതാണ്. ഇത് തികച്ചും വ്യാജ പ്രചാരണമാണെന്നും സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണെന്നും കൊടി കെട്ടിയ ആരാധകർ തന്നെ ജനം TV-യോട് പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടായിരുന്നു ദേവസ്വം ബോർഡിന്റെ സ്ഥലമാണോന്നും റോഡാണോന്നൊന്നും. അവിടെ കണ്ട പോസ്റ്റ് കൊണ്ട് കെട്ടി, ഞങ്ങളെ മാത്രം കാണാൻ പറ്റിയത്, അതുകൊണ്ടാണ് ഞങ്ങളെ കൊടി കൊണ്ട് കെട്ടിയത്. ഞാൻ അറിഞ്ഞില്ല ഇത് കൊണ്ട് ദേവസ്വം ബോർഡിന്റെ സ്ഥലമാണെന്ന്. അപ്പോൾ പോലീസുകാർ ഇതേപോലെ 2 ദിവസം കഴിയുമ്പോൾ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് അവിടെ വന്ന് അഴിക്കാൻ പറഞ്ഞു. ഞാൻ പോയി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ കയറി അഴിച്ച് പോലീസുകാർ വീഡിയോ എടുത്തുകൊണ്ട് പോയി. ഞാനല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറഞ്ഞതോ ആരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. സംഭവത്തിന് പിന്നിൽ വർഗീയ ധ്രുവീകരണമാണ് ലക്ഷ്യമെന്നും ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ചതായും ക്ഷേത്ര ഉപദേശക സമിതി വ്യക്തമാക്കി. ഈ ക്ഷേത്രത്തെപ്പറ്റി ഇവർ നിരന്തരം വർഷങ്ങളായിട്ട് 10-15 വർഷമായിട്ട് നിരന്തരം ഇവർ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഓരോരോ വാർത്തകൾ, ഒരു കാര്യവും ഒരു സത്യവുമില്ലാത്ത കുറേ വാർത്തകൾ. ഈ ഭഗവാന്റെ സ്വത്തിൽ കൊടിയും തോരണങ്ങളും മറ്റൊന്നും കെട്ടരുന്നത് നമ്മുടെ ഒന്നും ഉത്തരവല്ല, ഹൈക്കോടതി ഉത്തരവാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ്. അഞ്ചാലമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അതിന് പ്രകാരം പോലീസാണ് അഴിപ്പിച്ചത്. അതിന് വെറുതെ RSSനെയും ഉപദേശ സമിതിയെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഈ ചാനലിന്റെ സ്ഥിരം ഒരു പരിപാടിയാണ്. വ്യാജ പ്രചാരണത്തിൽ നാട്ടുകാരും പ്രതിഷേധമുയർത്തി. ഇതൊരു പൊതുവഴിയല്ല, ഇത് ദേവസ്വം ബോർഡിന്റെ വഴിയാണ്. ഇവിടെ മറ്റൊരു തരത്തിലുള്ള കൊടിതോരണങ്ങളും പാടില്ല എന്ന് നിയമമുള്ളതാണ്. ബ്രസീൽ ടീമിന്റെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു ആരാധകരായിട്ടുള്ള, അവർക്കൊരു ബോർഡ് വെക്കാൻ ഇവിടെ സ്ഥലം കിട്ടാതെ വന്നപ്പോൾ അവർ സംഘപ്രവർത്തകരാണ്. ശരിക്കും പറഞ്ഞാൽ അവരെ അറിയാതെ കൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തിന് മുമ്പിൽ കെട്ടി. ഇത് ക്ഷേത്രത്തിൻ്റെ അഡ്വൈസറി ഓഫീസർ നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തു. അങ്ങനെ പോലീസുകാർ വന്ന് ഈ സംഘപ്രവർത്തകരായിട്ടുള്ള കുട്ടികളെ കൊണ്ട് തന്നെ ഇത് അഴിപ്പിച്ചു മാറ്റി. ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ചാനലുകൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് RSSൻ്റെയും ക്ഷേത്ര ഭാരവാഹികളുടെയും തലയിലേക്ക് കൊണ്ടുവെക്കുകയാണ്. അവർ പറഞ്ഞുണ്ടാക്കുന്നത് ഇത് പാകിസ്ഥാൻ്റെ കൊടിയാണെന്നാണ്. ഞങ്ങൾ സംഘപ്രവർത്തകരാണ്, ഞങ്ങൾക്കറിയാം ഓരോ രാജ്യത്തിൻ്റെ കൊടികൾ ഏതൊക്കെയാണെന്ന്. കടവൂർ ജംഗ്ഷനിൽ ഫുട്ബോൾ ടീമുകളുടെ പതാകകൾ ഇപ്പോഴും പാറിപ്പറക്കുന്നുണ്ട്. ദേവസ്വം ഭൂമിയിലെ കൊടിതോരണങ്ങളാണ് അഞ്ചാലുമൂട് പോലീസ് എത്തി നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടത്. സംഭവത്തെ വളച്ചൊടിച്ച് സംഘപരിവാറിന് മേൽ പഴിചാരാൻ ശ്രമിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനാണ് പ്രവർത്തകരുടെ തീരുമാനം. ജനം, കൊല്ലം.